ഇതേ നത്തോലി നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളോട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവം വെച്ചിട്ട് വറുത്ത് അരച്ച് എന്നാൽ എത്ര പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നത്തോലി കറിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ പരിപാടി തുടങ്ങാം. നമ്മളിവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അത് ചൂടായിട്ട് നന്നായിട്ട് ആവി പറക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയുണ്ട്, ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി. പിന്നെ നമ്മൾ കുറച്ച് സവോള. ഇത് 2 അല്ലി വെളുത്തുള്ളി മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് കൊപ്രയാണ്. തേങ്ങ വേണമെങ്കിലും എടുക്കാം, കൊപ്ര വേണമെങ്കിലും എടുക്കാം. അപ്പോൾ കൊപ്ര ആണെങ്കിൽ വളരെ വേഗം തന്നെ ആകും. അതുകൊണ്ടാണ് നമ്മൾ ടേസ്റ്റും തേങ്ങയിനേക്കാളും വ്യത്യസ്തമായ ഒരു ടേസ്റ്റും കൂടെ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് മുളക് പൊടിയല്ല നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സവോള ഒരു ചെറിയ സവോള മാത്രമേ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ. കൂടുതൽ സവോള എടുത്തു കഴിഞ്ഞാണല്ലോ ഇതിനൊരു മധുരം. ചെറിയ ഉള്ളിയാണെങ്കിലുണ്ടല്ലോ സഭ ആ പ്രശ്നം വരത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ സവോള ജസ്റ്റ് ഒന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്കൊരു അല്പം ഉപ്പ് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പല്ല, ഈ സവോള ഒന്ന് വഴലാൻ വേണ്ടി മാത്രമുള്ള ഉപ്പ് മാത്രമല്ല. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് മുളക് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ വറ്റൽ മുളക് 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല എരിയുണ്ട്. പിന്നെ മല്ലിയായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഒരു പകുതി വഴന്ന് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം വേണം നമുക്കത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഞെട്ടൊന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം. എന്തായാലും നമ്മൾ ഞെട്ട് അരയ്ക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അതിന് ശേഷം ഇതൊന്ന് മുറിച്ച് 2-3 കഷ്ണങ്ങളാക്കി മുറിച്ചിടുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് അതും കൂടെ ചെയ്യാം. മിനിമം ഒരു മീഡിയം ഫ്ലെയിമിൽ മതി. തീരെ കുറഞ്ഞും പോയി കഴിഞ്ഞാൽ ഇത് വഴന്ന് വരാനായിട്ട് ഒത്തിരി താമസിക്കും. അപ്പം നമുക്ക് നമ്മുടെ മുളകെല്ലാം ഇതിലേക്ക് അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. മുളക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മല്ലിയിടാം. മല്ലിപ്പൊടി ഇടുന്നതിനേക്കാളും ഉണ്ടല്ലോ വളരെ നല്ല ടേസ്റ്റി ആയിട്ടായിരിക്കും. അപ്പൊ ഇനി ഇതിന്റെ ഒരു റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ ഡ്രൈ റോസ്റ്റ് അല്ല ചെയ്തിരിക്കുന്നത്. നമ്മൾ 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്തത്. സാധാരണ എണ്ണ വേണമെങ്കിലും ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാന്നേ ഉള്ളൂ. നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. നമ്മുടെ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് കോരി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കാം. കാര്യം ഇതുണ്ടല്ലോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. നമുക്ക് വേണം എന്നിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാൻ. അതെ, അരച്ചെടുക്കാം. അപ്പോൾ ഇത് തണുക്കാതെ നമുക്ക് നമ്മുടെ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കാൻ പറ്റും. കല്ലിലൊക്കെ വെച്ചാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒക്കെ വെച്ച് കല്ലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും രുചികരം. അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതിന്റെ ടേസ്റ്റ്. അപ്പൊ ഇത് നമുക്ക് മാരിയെ കൊണ്ട് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. മണ്ണൊക്കെ വരുന്ന അത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമ്മുടെ വഴറ്റിയെടുത്ത് നമ്മുടെ മുളകും സാധനങ്ങളെല്ലാം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങ് മഷി പോലെ അരക്കണ്ട, എന്നാലേ അതിന്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ സംഭവം. അപ്പൊ നമ്മളിത് ഇനി നമ്മുടെ ചട്ടി നമ്മളിനി നമ്മുടെ സാധാരണ വണ്ടിയിൽ തന്നെ. അപ്പൊ നമ്മൾ ഇനി എണ്ണയൊന്നും ചേർക്കുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ എണ്ണ ചേർത്താണ്. മാത്രമല്ല തേങ്ങയൊക്കെ അരച്ചല്ലേ, അത് കുറച്ച് വെള്ളം കൂടി കഴിച്ചേട്ടാ. അതിൻ്റെ അകത്തുനിന്ന് കൊപ്രായും കാര്യങ്ങളെല്ലാം അരച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇനിയും കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത്ര സാധനം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കണം ഉണ്ടല്ലോ. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നത്തോലി ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഉണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ സാധനത്തിന്. ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് റെഡിയായ സാധനമായി നമ്മുടെ ഗ്രേവി എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് ഇതാക്കേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാണല്ലോ സംഭവം കിടുക്കാച്ചി
എളുപ്പം. അപ്പോൾ ഈ ഗ്രേവി കാണുമ്പോൾ ഒരു കളറ് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വറ്റൽമുളകിന് പകരം നമ്മുടെ കാശ്മീരി മുളക് പൊടി വേണല്ലേ? മുളക് പൊടിയല്ല, കാശ്മീരി മുളകായിട്ട് തന്നെ ചേർത്തത്. ഇനി എന്തുകൊണ്ട് ഉപ്പ് നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ മറ്റേ സവോള വഴറ്റാൻ വേണ്ടി. നമുക്ക് ആവശ്യത്തിന് കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. അതെ. അപ്പൊ നമുക്ക് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് പുളി വേണമല്ലോ. അപ്പൊ പുളിക്ക് നമ്മളിത് കുടംപുളിയാണ് ഇപ്പൊ വെള്ളത്തിൽ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയേക്കുക. നമ്മുടെ സംഭവം സെറ്റാവും. ഇപ്പൊ തന്നെ ഈ പുളി ഒന്ന് ഒരു തിള വരുമ്പോ തന്നെ ഉണ്ടല്ലോ, പുളി ഇറങ്ങും, ഇതിന്റെ ഗ്രേവിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേനുണ്ടല്ലോ കീടുക്കാച്ച സാധനം ആയിരിക്കും. ഒന്ന് തിളച്ചാൽ മതി, കാര്യം നത്തോലിയല്ലേ. അപ്പൊ അതുകൊണ്ട് ഒന്ന് തിളച്ചാൽ വളരെ വേഗം ഇറക്കാൻ പറ്റുന്ന. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലത്തെ ചെറിയ മീൻ കിട്ടുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പൊടി ഐറ്റംസ് ചേർക്കാതെ നമ്മുടെ മല്ലി മുളകൊക്കെ അതുപോലെ തന്നെ അങ്ങോട്ട് വറുത്ത് അരച്ചങ്ങോട്ട് ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കൊപ്രാക്കി വരെ തേങ്ങ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. വളരെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതെ. അപ്പൊ എന്തായാലും ചെയ്ത് നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കടുക് വറുത്ത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിപ്പോ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല, കാരണം ഇത് ഓൾറെഡി അത്യാവശ്യം നല്ല എണ്ണ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഇനി ചേർക്കാം. ഏറ്റവും അവസാനം രണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സാധനം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിന്റെ അഭിപ്രായമൊക്കെ എന്ന് പറയുക. അടിപൊളിയാണ്, ഗ്യാരണ്ടിയാണ്, ഒരു പ്രശ്നമില്ല. ചെയ്ത് നോക്കിയിട്ട് കഴിച്ചു നോക്കി, അടിപൊളി. അപ്പൊ എന്തായാലും കൊള്ളാം. നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് എഴുതുക. പിന്നെ ഇതൊക്കെ അറിയാൻ മേലാത്തവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day.